ഈ 30-ാമത്തെ ദിവസം പരിശുദ്ധാത്മാവ് നമ്മോട് വ്യക്തമായും ശക്തമായും സംസാരിക്കേണ്ടതിനായി വളരെ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. എന്നെ കേൾക്കുന്ന എല്ലാ അഭിഷക്തന്മാർക്കും കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. പ്രത്യേകാൽ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലിരുന്ന് യൂട്യൂബ് ചാനൽ വഴി ഈ മെസ്സേജ് കേൾക്കുന്ന, ഷെയർ ചെയ്യുന്ന, ആമെ പ്രാർത്ഥിക്കുന്ന എല്ലാ അഭിഷക്തന്മാർക്കും കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. ഈ പ്രഭാതം നമ്മുടെ ജീവിതവും അനുഗ്രഹമായി തീരട്ടെ എന്ന് കർത്താവിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് പകൽക്കാലം നിങ്ങളുടെ മുമ്പിൽ ഒരു വേദപുസ്തകത്തിൽ നിന്നൊരു വാക്യം വായിക്കാൻ താല്പര്യപ്പെടുന്നു. ആമേൻ. സങ്കീർത്തനങ്ങൾ 14-ാമത്തെ സങ്കീർത്തനം അതിൻ്റെ 5-ാമത്തെ വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ. സങ്കീർത്തനങ്ങൾ 14 അതിൻ്റെ 5 അവിടെ ഇങ്ങനെ വായിക്കുന്നു: അവർ അവിടെ അത്യന്തം ഭയപ്പെട്ടു, യഹോവ നീതിമാന്മാരുടെ തലമുറയിൽ ഉണ്ടല്ലോ. സ്തോത്രം. നമുക്ക് ഈ ഭാഗം അറിയാം. ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണ്, വളരെ അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനമാണ്. ആമേൻ. സ്തോത്രം. അപ്പോൾ തന്നെ ദാവീദ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന, അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ ഒരു വലിയ പ്രസംഗത്തിൽ കൂടെ ജനത്തിന് നൽകുന്ന ചില അരുളപ്പാടുകൾ. ഒന്നാം വാക്യം പറഞ്ഞ് ദൈവമില്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. കണ്ടോ? അപ്പോൾ ഇതെല്ലാം കേട്ട് ഒരു കൂട്ടർ എന്ത് ചെയ്യുന്നറിയാമോ? ഭയപ്പെടുകയാണ്. നമുക്ക് അവിടെ പറയുന്നത് 4-ന്റെ അവസാന ഭാഗം പറയുന്നു, ആമേൻ, യഹോവയോട് അവർ പ്രാർത്ഥിക്കുന്നില്ല. കണ്ടോ? ആരാ പ്രാർത്ഥിക്കാത്ത? ഹൃദയത്തിൽ ദൈവമില്ല എന്ന് പറഞ്ഞവർ. സ്തോത്രം. ഇതെല്ലാം കേട്ട് ദാവീദ് ഭയപ്പെടുകയാണ്. സ്തോത്രം. അവർ അവിടെ അത്യന്തം ഭയപ്പെട്ടു, യഹോവ നീതിമാന്മാരുടെ തലമുറയിലുണ്ടല്ലോ. കണ്ടോ? അപ്പോൾ പ്രാർത്ഥിക്കാത്തവര്, വചനം വായിക്കാത്തവര് ഇന്നുണ്ട്. രക്ഷിക്കപ്പെട്ടവരുടെ ഇടയിൽ വചനം വായിക്കത്തേയില്ല, പ്രാർത്ഥിക്കത്തുമില്ല. ഞായറാഴ്ച മാത്രം തല കാണിക്കുന്ന ഒത്തിരി വ്യക്തികളുണ്ട്. വേദപുസ്തകം കയ്യിലെടുക്കാത്ത, ഞായറാഴ്ച പോലും പള്ളിയിൽ കൊണ്ടുവന്ന് കൊടുത്താൽ മാത്രമേ കയ്യിലെടുക്കുന്ന വിശുദ്ധ കള്ളന്മാരുണ്ട്. സ്തോത്രം. അതുവരെ വേറെ ആരെങ്കിലും ചുമക്കണം. ബൈബിൾ പോലും എടുത്തുകൊണ്ട് പോകാൻ, ആമേൻ, ബൈബിൾ പോലും എടുത്തുകൊണ്ട്, ആമേൻ, പോകാത്ത ഒത്തിരി പേര്. സ്തോത്രം. അങ്ങനെയെങ്കിൽ ഈ പ്രഭാതത്തിൽ ഇവിടെ പറയുന്നു, ദാവീദ് പറയുക, പ്രൈസ് ദി ലോർഡ്, ദൈവമില്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. ആമേൻ. അവർ വഷളന്മാരായി മ്ലേച്ഛത പ്രവർത്തിക്കുന്നു. ആമേൻ. നന്മ ചെയ്യുന്നവൻ ആരുമില്ല. സ്തോത്രം. ശരിയല്ലേ? ഇന്ന് പകലിൽ ഇതെല്ലാം കേട്ടപ്പോ ഭയപ്പെടുകയാ ദൈവകുഞ്ഞെ. ദൈവസന്നിധിയിൽ, ദൈവത്തിൻ്റെ മുൻപിൽ, മനുഷ്യൻ്റെ മുമ്പിൽ പോട്ടെ, ദൈവത്തിൻ്റെ മുൻപിൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കർത്താവിൻ്റെ വചനം എടുത്ത് നാവിൽ പ്രസംഗിക്കുന്ന ഓരോ വ്യക്തികളും മനുഷ്യൻ്റെ മുമ്പിലല്ല, ദൈവത്തിൻ്റെ മുമ്പിൽ വിശ്വസ്തനായിരിക്കണം. ആമേൻ. നമ്മൾ വിശ്വസ്തത കേട് കാണിച്ചു എന്നല്ല, നമ്മളിൽ കുറവുണ്ട്. കുറവില്ലാത്തൊരു മനുഷ്യനും ഈ ഭൂമിയിലില്ല, തെറ്റില്ലാത്തൊരു മനുഷ്യനും ഈ ഭൂമിയിലില്ല. അപ്പോൾ തന്നെ ദൈവത്തിൻ്റെ ശബ്ദം, ആമേൻ, സ്തോത്രം, നമ്മൾ നമ്മെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നോയിക്കേ, അടുത്ത് പറയുന്നത്, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരുണ്ടോ എന്ന് കാണുവാൻ യഹോവ സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. സ്തോത്രം. കണ്ടോ? അപ്പൊ ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരുണ്ടോ? ബുദ്ധിമാന്മാർ ആകാശമണ്ഡലങ്ങളെ കീഴടക്കുമെന്ന. അപ്പൊ ബുദ്ധിയുള്ളവരുണ്ടോ എന്ന് കാണാൻ, ആമേൻ, നിന്നെ എന്നെ നോക്കിയിരിക്കുന്ന ഒരു ദൈവമുണ്ട്. കേട്ടോ? മനുഷ്യരെല്ലാവരും നമ്മെ വിട്ടു പോകും, പക്ഷേ ദൈവം നമ്മെ വിട്ടു പോകത്തില്ല. ആര് നമ്മോടും അകന്നിരുന്നാലും ഒരിക്കലും ദൈവം അകന്നിരിക്കത്തില്ല. നമ്മൾ ദൈവസന്നിധിയിൽ അകന്നിരുന്നാലും ദൈവം അകന്നിരിക്കത്തില്ല ഒരിക്കലും. ഹല്ലേലൂയ. ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവിൻ്റെ നിയോഗപ്രകാരം സഞ്ചരിക്കണം. ഉടബൽക്കമന അതുരകരഗതനാകര. ഈ പ്രഭാതം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം. ദൈവം ആരുടെ കൂടെ ഉള്ളതെന്നറിയാമോ? അവിടെ പറയുന്നത്
ആമേൻ, സ്തോത്രം. ദൈവം യഹോവ ആരെ കൂടെ ഉണ്ടെന്ന? യഹോവ നീതിമാന്മാരുടെ തലമുറയിലുണ്ടല്ലോ. സ്തോത്രം. ഉണ്ടോ? ആമേൻ. അപ്പൊ ഇല്ല എന്ന് പറഞ്ഞവർ പറയുകയാണ്. 4-ാമത്തെ വാക്യം പറയുന്നു, നീതികേട് പ്രവർത്തിക്കുന്നവർ ആരും അറിയുന്നില്ലയോ? അപ്പം തിന്നുന്നത് പോലെ അവർ എൻ്റെ ജനത്തെ തിന്നുകളയുന്നു. യഹോവയോട് അവർ പ്രാർത്ഥിക്കുന്നില്ല. ആരാ? നീതികേട് പ്രവർത്തിക്കുന്നവർ. നീതികേടെന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ സന്നിധി നീതി എന്ന് പറയുന്നതാണ് പ്രാർത്ഥന, പ്രസംഗം, പാട്ട്, സാക്ഷ്യം, ബൈബിൾ വായന. ഇതൊന്നുമില്ലാത്തവർ കുറ്റം പറയും. ശ്രദ്ധിക്കണം. നിങ്ങളുടെ ഇടയിലുണ്ടോ? നിങ്ങളുടെ സഭയിലുണ്ടോ? നിങ്ങളുടെ ഗ്രൂപ്പിനകത്തുണ്ടോ കുറ്റം പറയുന്നത്? ശ്രദ്ധിച്ചോളണം. അവരാരാ? ദൈവ നീതിയിൽ ഇല്ലാത്തവർ, ദൈവവചനത്തെ അനുസരിക്കാത്തവർ, ദൈവ നന്മ അനുഭവിച്ചിട്ടും അവർ ദൈവത്തോട് പ്രാർത്ഥിക്കാത്തവർ. അവരാണ് സഭ പൊളിക്കുന്നത്, അഭിഷത്തിന് നേരെ കൈ ഉയർത്തുന്നത് അവരാണ്. സ്തോത്രം. എന്നാൽ അവർ സ്റ്റേജിൽ കയറുമ്പോൾ ഭയങ്കര ബഹളമാണ്. ആമേൻ. പക്ഷേ അവർ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നില്ല. പിന്നെ ആരോട് അവർ പ്രാർത്ഥിക്കുന്നത്? ഹല്ലേലൂയ. അപ്പോൾ ആരോടെങ്കിലും അവർ പ്രാർത്ഥിക്കുമല്ലോ. ആമേൻ. അവരാരോടെങ്കിലും ആലോചന ചോദിക്കുമല്ലോ, അല്ലേ? അപ്പോൾ അവരാരായിരിക്കും? ഹല്ലേലൂയ. കൊരിന്ത്യലേഖനം പറയുന്നു, സാത്താൻ നിങ്ങളെ തോൽപ്പിക്കരുത്, അവൻ്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലല്ലോ. അപ്പൊ സാത്താൻ നിങ്ങളെ തോൽപ്പിക്കരുത്. അപ്പൊ അവരാരെ അടിമയാ? സാത്താൻ്റെ അടിമയായി. ആരാ? ദൈവത്തിൻ്റെ നീതിക്കകത്ത് നിൽക്കാത്തവർ. കണ്ടോ? ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ ഉണ്ടോ എന്ന് കാണുവാൻ യഹോവ സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. എല്ലാവരും ഒരുപോലെ, എല്ലാവരും വഴിതെറ്റി ഒരുപോലെ. ആമേൻ. നോക്കൂ, എല്ലാവരും നോക്കൂ. കർത്താവ് നോക്കുമ്പോൾ എല്ലാവരും വഴിതെറ്റിപ്പോയിക്കൊണ്ടിരിക്കുന്നു. എല്ലാവരും ഇങ്ങനെ വഴിതെറ്റിപ്പോയി. പക്ഷേ 5-ാം വാക്യം പറയുന്നു, യഹോവ നീതിമാന്മാരുടെ തലമുറയിലുണ്ടല്ലോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടെ ഉണ്ടല്ലോ. ആമേൻ. യഹോവ ദാവീദിന്റെ കുടുംബത്തിലുണ്ടല്ലോ. ആമേൻ. ശലോമോന്റെ കുടുംബത്തിലുണ്ടല്ലോ. ആമേൻ. യാക്കോബിന്റെ കുടുംബത്തിലുണ്ടല്ലോ. ഹല്ലേലൂയ. യോസേഫിന്റെ കുടുംബത്തിലുണ്ടല്ലോ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകലിൽ ദൈവപൈതലേ, എനിക്ക് വേണ്ടി ആരെങ്കിലും പ്രാർത്ഥിക്കട്ടെ എന്ന് പറഞ്ഞ് ഇരിക്കരുത്. മുഴങ്കാലിൽ നിൽക്കണം. ദൈവസ്ഥലിൽ കുറവുകളെ നിരത്തി വയ്ക്കണം. സ്തോത്രം. ദൈവത്തോട് പ്രാർത്ഥിക്കാൻ നമ്മൾ തയ്യാറാകണം. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ ആമേൻ ബലത്തോടെ നിൽക്കാൻ നമ്മൾ തയ്യാറാകണം. കർത്താവിൻ്റെ ശബ്ദത്തിന് വേണ്ടി നാം നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. എങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ മഹത്വം നമ്മുടെ മേൽ വെളിപ്പെടൂ. ആമേൻ. സ്തോത്രം. ഉറപ്പായിട്ടും. ആമേൻ. സങ്കീർത്തനങ്ങളുടെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ 24-ാമത്തെ സങ്കീർത്തനം അതിൻ്റെ 6-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു, ഇതാകുന്നു അവനെ അന്വേഷിക്കുന്നവരുടെ തലമുറ, യാക്കോബിൻ്റെ ദൈവമേ, തിരുമുഖം അന്വേഷിക്കുന്നവർ ഇവർ തന്നെ. കണ്ടോ? 5-ാം വാക്യം പറയുന്നു, അവൻ യഹോവയുടെ അനുഗ്രഹവും തൻ്റെ രക്ഷയുടെ ദൈവത്തോട് നീതിയും പ്രാപിക്കും. ഇതാകുന്നു അവനെ അന്വേഷിക്കുന്നവരുടെ തലമുറ, യാക്കോബിൻ്റെ ദൈവമേ, തിരുമുഖം പ്രകാശിപ്പിക്കണമേ. തിരുമുഖം അമ്മയെ പ്രകാശിപ്പിക്കണമേ. തിരുമുഖം അന്വേഷിക്കുന്നവർ ഇതാകുന്നു, ഇത് തന്നെ. തൻ്റെ പ്രാർത്ഥന, കർത്താവേ നീ തിരുമുഖം അവരുടെ മേൽ പ്രകാശിപ്പിക്കണം. ഇവരാ നിന്നെ അന്വേഷിക്കുന്നത്. ഇവരാ രാവും പകലും നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്.
ഇവരാ നിൻ്റെ അടുത്തിരിക്കുന്നവർ, ഇവരാ നിന്നോട് പ്രാർത്ഥിച്ച് നിന്നോട് കരയുന്നവർ, ഇവർ തന്നെ. സ്തോത്രം, ഹല്ലേലൂയ. എന്നാൽ 73 സങ്കീർത്തനം 15 വാക്യത്തിൽ പറയുന്നു, ഞാൻ ഇങ്ങനെ സംസാരിപ്പാൻ വിചാരിച്ചിരുന്നെങ്കിൽ ഇതാ ഞാൻ നിൻ്റെ മക്കളുടെ തലമുറയോട് ദ്രോഹം ചെയ്യുമായിരുന്നു. സ്തോത്രം, ഹല്ലേലൂയ. ഇപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ആമേൻ ആമേൻ ഓരോ ദൈവത്തിൻ്റെ പൈതലും ഉഷസ് തോറും പ്രാർത്ഥനയ്ക്കായി മുട്ടുമടക്കണം. ദൈവത്തിൻ്റെ ശബ്ദത്തിനായി മുട്ടുമടക്കണം. ദൈവ പൈതലേ, കർത്താവിൻ്റെ വരവെന്താ താമസിക്കുന്നത് നിങ്ങൾ പലരും ചോദിക്കാറുണ്ട്. ഞാൻ ജനിച്ച നാൾ മുതലേ, എല്ലാവരും പറഞ്ഞു, ഞാൻ ജനിച്ച അന്ന് മുതലേ ഞാൻ കേൾക്കുന്ന ഇങ്ങനെയാണ്, ടി വിയിൽ കൂടെയും റേഡിയോയിൽ കൂടെയും ആമേൻ അല്ലാതെ കേൾക്കുന്ന ഇങ്ങനെയാ, കർത്താവ് വരുന്നു 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 എന്ന്. വന്നില്ലേ? പല രാജ്യത്തും കർത്താവ് വന്നുകൊണ്ടിരിക്കില്ലേ? സുനാമിയായി, വെള്ളപ്പൊക്കമായി, വൈറസായി, പലയിടത്തും അവസാനിച്ചുകൊണ്ടിരിക്കുന്നില്ലേ? ദൈവകുഞ്ഞെ, കർത്താവ് ഇനിയും വരാൻ സമയമായി. ആമേൻ. അതിൻ്റെ വരവ് വാതുക്കലായി. ഇന്ന് പകൽക്കാലം, ഈ ശുദ്ധമായ ദിവസം, ഈ വ്യാഴാഴ്ച ദിവസം പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുന്നത് ഇങ്ങനെയാണ്. അവർ അവിടെ അത്യന്തം ഭയപ്പെട്ടു. പ്രാർത്ഥിക്കാതെ അവരെ കണ്ടു, ആരാധിക്കുന്നില്ല, ദൈവത്തിൻ്റെ മുമ്പിൽ അവർ സറണ്ടർ ആകുന്നില്ല. ആമേൻ. യഹോവയോട് അവർ പ്രാർത്ഥിക്കുന്നില്ല. ഹല്ലേലൂയ. ജനത്തെ നോക്കി ഇന്ന് ഏറ്റവും കൂടുതൽ കർത്താവ് ദുഃഖിക്കുന്നത് സ്നാനപ്പെട്ടവരെ നോക്കിയ. അവർ പ്രാർത്ഥിക്കുന്നില്ല, ബൈബിൾ വായിക്കുന്നില്ല, ബൈബിൾ പ്രസംഗിക്കുന്നില്ല, പാടുന്നില്ല, സാക്ഷ്യം പറയുന്നില്ല, ബൈബിൾ വായിക്കുന്നില്ല, ദൈവത്തിൻ്റെ ദൗത്യമൊന്നും അവർ ചെയ്യുന്നില്ല. അതോർത്ത് കർത്താവ് ഭാരപ്പെട്ടിരിക്കുക. കർത്താവിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം, പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥനായ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പകലിനായി സ്തോത്രം. കേൾപ്പിക്കപ്പെട്ട ആലോചനയ്ക്കായി സ്തോത്രം. ജനത്തെ ദൈവം അനുഗ്രഹിക്കണം, വിശുദ്ധീകരിക്കണം. അവർ ദൈവസന്നിധിയിൽ മുട്ടുമടക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ സ്വർഗ്ഗ അവസരം ഒരുക്കണം. മഹത്വ കർത്താവ് എടുക്കണം. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.